ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പത്തിലൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഉപ്പുമാവും പഴം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. എങ്കിലും അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് നല്ലൊരു വരിക്കച്ചക്ക ഇങ്ങനെ കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു. അപ്പോൾ എന്നാൽ അത് ഉച്ചയ്ക്ക് പുഴുങ്ങി കുറച്ച് നല്ല മത്തിയും കൂടെ മേടിച്ച് കറി വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മത്തിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കാട്ട്സ് വരെ ഒന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ദേ പിന്നെ നല്ല അത്യാവശ്യം വെയിലൊക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ മീനൊക്കെ ഒന്ന് മേടിക്കാൻ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീരുമല്ലോ. അപ്പോൾ അതേ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. വന്നതേ 1 കിലോ ചാള മീനായിരുന്നു. 1 കിലോ ചാള മീൻ ഏകദേശം ഒരു 240 റുപ്പീസായിരുന്നു. അപ്പോൾ ചാള മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ചട്ടിയിലേക്കൊക്കെ അങ്ങ് ഇട്ടു. അപ്പോൾ ഇനി ഇതൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം. അത്യാവശ്യം ചെറുതായിട്ട് നെയ്യുള്ള മീനായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലീനിങ് വീഡിയോയിൽ മീൻ വെട്ടുന്ന വീഡിയോസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ ഒന്ന് കഴുകട്ടെ. നല്ല മത്തിയാണ് കേട്ടോ. ശരിക്കും നമ്മൾ മത്തിയുടെയൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ഈ ഒരു സൈഡ് കണ്ടോ, ഇപ്പം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഈ ഒരു സൈഡിൽ ഇത് നമ്മളിങ്ങനെ പതുക്കെ കീറി എടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉളുമ്പുണ്ട്. അപ്പം നമ്മൾ ആ ഒരു സൈഡ് കീറിയ ശേഷം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കീറി കഴിഞ്ഞ ശേഷം ഇത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിരുമണം കേട്ടോ. ഒരു നല്ല ടേസ്റ്റുള്ള, ഞാൻ ശരിക്കും 1/2 കിലോ മേടിക്കാൻ പോയതാണ് കേട്ടോ. അപ്പം നല്ല മത്തിയാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി എനിക്ക് 1 കിലോ എടുത്തോ മോളെ, നല്ല മീനൊക്കെ ആണെങ്കിൽ അവർ പറയും കേട്ടോ, നല്ല മീനാ ഇച്ചിരി പുള്ളു കൊണ്ടുപോക്കുമെന്ന് പറയും. അപ്പോൾ മത്തിയൊക്കെ നല്ലതാണ്, പിള്ളേർക്കാണെങ്കിലും നല്ല. പിന്നെ ഈ ചെറിയ മുള്ളൊക്കെ ഒത്തിരി മൂത്ത മത്തിയൊക്കെ ആകുമ്പം എന്താ പറയുക, കുറച്ച് മുള്ളൊക്കെ കൂടുതലേക്ക് കടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഞാനത് ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് നോക്കിയാണ് പിള്ളേർക്കൊക്കെ വറുത്ത് കൊടുക്കുള്ളൂ. ഇന്നിപ്പം ഞാൻ നോക്കിയപ്പം അങ്ങനെ ഇന്നിപ്പം മത്തിയൊക്കെ ഏകദേശം ഒന്ന് ക്ലീനാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമ്മൾ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് പതുക്കി ഒന്ന് നന്നായിട്ട് തിരുമ്മി കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവും കേട്ടോ. നല്ല മീനൊക്കെ നല്ല പയറുമണി പോലെ നല്ല വെള്ളി പോലെ വെട്ടിത്തിളങ്ങുന്നൊക്കെ. പിന്നെ ഞങ്ങൾ വിറ്റ് പോകുന്ന സ്ഥലം മറയൂരൊക്കെ എന്ന് വെച്ചാൽ നല്ല അടിപൊളി മണ്ണായിരുന്നു കേട്ടോ. ഇവിടെ അത്രയ്ക്ക് പോരാ, എങ്കിലും ആ മണ്ണിലൊക്കെ എന്ത് നട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു വയലറ്റുകൾ, കത്തിരിക്ക, ക്യാബേജ്, പയർ, പാവല് ഇഷ്ടംപോലെ സാധനങ്ങൾ നടുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടു വളർന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനും പറക്കാനും ഒക്കെ. നമ്മുടെ അടുക്കളപ്പണി കഴിഞ്ഞിട്ട് വേണ്ടി നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിറ്റ് പോകുന്ന സ്ഥലം നല്ല അടിപൊളി, നല്ല തമിഴ്മാർക്കാട്ടോ കൊടുത്തത്. പക്ഷേ ഇപ്പം എന്താ പറയുക, ഇനിയിപ്പോൾ ആ സ്ഥലമൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടുന്നില്ല, ഭയങ്കര വിലയായിട്ടോ. അപ്പം ഞാൻ അന്നേരം നമ്മുടെ മണ്ണൊക്കെ ഇങ്ങനെ ഞാൻ ഓർക്കും, അത്രയ്ക്ക് നല്ല മണ്ണായിരുന്നു അവിടുത്തെ മറയൂര്. കാന്തല്ലൂരൊക്കെ കേട്ടില്ലേ, കാന്തല്ലൂരൊക്കെ നല്ല പച്ചക്കറികളും നല്ല മെയിനായിട്ട് അവിടുത്തെ പ്ലംസ് അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരു തവണ ഞാൻ മറയൂരൊക്കെ പോകുമ്പം നല്ല അടിപൊളി വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ, അതിനുള്ള സമയമൊക്കെ ആവുകയാണെങ്കിൽ പോകണമെന്ന് ഓർത്തുകൊണ്ടായിരിക്കണേ. അപ്പോൾ നമുക്ക് മത്തിയൊക്കെ കഴുകി കഴിഞ്ഞു. ഇനി അതൊന്ന് നന്നായി ക്ലീൻ ചെയ്തൊന്ന് എടുത്ത് വെച്ചിട്ട് മത്തിയൊക്കെ നമുക്കൊന്ന് പറ്റിക്കാം. അപ്പോൾ അങ്ങനെ മത്തിയെല്ലാം കൂടെ ഞാനൊന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് തിരുമ്മാണ് കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് തന്നെ വേണം നമ്മളിത് ഒന്ന് തിരുമ്മിയെടുക്കാൻ. അതിനുശേഷം നമ്മൾ കുറച്ച് നാരങ്ങ നീരും കൂടെയൊക്കെ പിഴിഞ്ഞെടുത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നമ്മളൊന്ന് വെള്ളം വാർന്ന് വെക്കണം കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ മീൻകറിക്കുള്ള ഉള്ളിയെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളിയും ഒരു 3-4 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് മീൻകറി റെഡിയാക്കാം. അപ്പം നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. മീൻകറിക്ക് ഞാൻ മത്തി പറ്റിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിലെ
നല്ല വെളിച്ചെണ്ണ വേണം കേട്ടോ. നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടുക് പൊട്ടിക്കാൻ പാടില്ല. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഏകദേശം ഒന്ന് മൂത്ത് വരണം കേട്ടോ. എന്നിട്ട് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് നല്ല കുടംപുളിയൊക്കെ ഇട്ട് വേണം. ഒരുപാട് വെള്ളം വേണ്ട, ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച്. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ചേർക്കണേ, കാരണം ഒരുപാട് എരിവ് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കാശ്മീരി ചില്ലി ഒരു കിലോ മത്തിയല്ലേ, അപ്പോൾ എനിക്ക് ഒന്ന് 4-5 സ്പൂൺ ഒരു നമ്മുടെയൊക്കെ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു അളവിലുള്ള സ്പൂണാട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പം അത്യാവശ്യം നമുക്കെന്നിട്ട് ജസ്റ്റ് ഒന്ന് തളിച്ച ശേഷം സിമ്മിൽ വെക്കണം. പിന്നെ ഞാൻ ചിലർ മത്തിയിലൊക്കെ മല്ലിപ്പൊടിയൊക്കെ അടിയും, പക്ഷെ മല്ലിപ്പൊടി ഇടരുത് കേട്ടോ, അതിലും ചീത്തയാവാൻ വഴിയില്ല. അപ്പം അതിൽ നല്ല നല്ല മുളക് പൊടി തന്നെ പറ്റിക്കുക. 2 അല്ലി കേട്ടോ ഇടുന്നത്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പുളിയുള്ള കുടംപുളിയാണ്. അപ്പം ഇത് ശരിക്കും നല്ല ഹൈ റേഞ്ച് കുടംപുളിയാണ് കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ നിന്നുണ്ട്, ഒരു ആവറേജ് മുഴുപ്പുണ്ട്. അപ്പം ഞാൻ 2 പീസേ ഇടുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് വെള്ളം ഒന്ന് തളിച്ച ശേഷം വേണം ഇടാൻ. അപ്പം ഞാനിത് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. പിന്നെ ഞാൻ കടുകിന് പകരം ഞാൻ ഒരു നുള്ള് ഉലുവ ചേർക്കുന്നുണ്ട് കേട്ടോ, നല്ലതാണ്. ഉലുവ ഒരു നുള്ള് ചേർക്കണം, മീൻകറികൾക്കൊക്കെ എല്ലാത്തിനും നല്ലതാണ്. മത്തിക്ക് പിന്നെ കടുക് ഇടുന്നില്ല എന്നുള്ളൂ. ഓരോരുത്തരും ഓരോ ടേസ്റ്റിലൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പം ഉലുവയ്ക്ക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോഴേ മഴക്കാറുണ്ട് കേട്ടോ, മഴ പെയ്യാനുള്ള ഒരു അന്തരീക്ഷമൊക്കെ ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ്. ഉലുവയൊക്കെ നന്നായിട്ട് മൂത്ത് ഒന്നുമില്ലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു 3-4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടായ ശേഷം വെള്ളം കൂടെ പാകത്തിന് ഒഴിച്ച് പാകത്തിന് ഉപ്പുമൊക്കെ ഇട്ട് നമ്മുടെ കുടംപുളിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം മീനിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. ഉപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭരണിയിലാട്ടോ ഉപ്പൊക്കെ സൂക്ഷിക്കുന്നത്. നമ്മൾ ഒന്നെങ്കിൽ ചില്ല് പാത്രം അല്ലെങ്കിൽ നമ്മൾ ഭരണിയിലാണ് ഉപ്പൊക്കെ സൂക്ഷിക്കാൻ. പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ മാക്സിമം നമ്മൾ ഉപ്പിടാൻ പാടില്ല. അപ്പം ശരിക്കും മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോയും കറിയും ചക്കപ്പുഴുക്കും കൂടി കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ മീനിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് മീനൊക്കെ പെറുക്കിയിടാവുള്ളൂ. മത്തിക്കൊന്നും അധികം വേവില്ല. അപ്പം നമ്മളൊരു സിമ്മിൽ വെച്ചിട്ട് തന്നെ ഏകദേശം ആ ചാറൊക്കെ ഒന്ന് പറ്റി ലാസ്റ്റ് നമ്മൾ ആ പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കറിവേപ്പിലേക്ക് എടുത്തിട്ടാൽ നല്ല ടേസ്റ്റാണ്. മീൻചാറൊക്കെ നമുക്ക് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിലേക്ക് മീനൊക്കെ അങ്ങ് പെറുക്കിയിടുവാണ്. അങ്ങോട്ട് അങ്ങനെ മത്തിയൊക്കെ അങ്ങോട്ട് മുളക് ഇട്ട ചാറലാണ്. മത്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ സ്പൂണും കൊണ്ടൊന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് വെള്ളത്തിൽ നമ്മുടെ ചക്കയൊക്കെ എടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ചക്കച്ചുള. അത്യാവശ്യം നല്ല മുഴുപ്പുണ്ട്, നല്ല വരിക്കച്ചക്ക കേട്ടോ. ഇത് ബ്ലോക്ക് പ്ലാവാണ് കേട്ടോ, അതിൻ്റെ ചക്കയാണ്. ഈ ഒരു രീതി നല്ല നല്ല തീക്കനൽ പോലെ ഇരിക്കുന്നുണ്ടല്ലോ. തന്നെ അപ്പം ചക്ക നമ്മൾ കുറച്ച് മതി. ഞാൻ ശരിക്കും പിള്ളേരിൽ മോൻ മാത്രം ഇച്ചിരി കഴിക്കും, ഏട്ടന് അത്ര താല്പര്യമില്ല. അപ്പം എനിക്കിഷ്ടം കേട്ടോ നല്ല മീൻചാറും ചക്കപ്പുഴുക്കും. അപ്പം ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിൽ അരിയെടുത്ത് കാണിച്ചു. ഇച്ചിരി നല്ല കട്ടിയുള്ള ചക്കച്ചുളയായതുകൊണ്ട് ഒരു ഇച്ചിരി കനം കുറഞ്ഞ് വേണം നമ്മൾ അരിയാനായിട്ടോ. ഞാൻ ഈ ഒരു രീതിയിൽ തിരിച്ചും മറിച്ചുമാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മീൻകറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മൾ മീൻകറി ഒന്ന് വെന്തൊക്കെ പകുതിയൊക്കെ ആകുമ്പോൾ പിന്നെ മീൻകറി ഒന്ന് നമ്മൾ പതുക്കി ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചൊന്ന് വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം. പിന്നെ ഇച്ചിരി പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നല്ല ചാളമീൻ പറ്റിച്ചത് ഇതാ റെഡിയായിട്ടോ.
അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് അച്ചിങ്ങയും കൂടെ മെഴുക്ക് വരട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ അച്ചിങ്ങ മെഴുക്ക് വരട്ടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ ചക്കപ്പുഴുക്കിന് വേണ്ടിയിട്ടുള്ള അരിപ്പ് റെഡിയാക്കുവാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങയും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും അത്യാവശ്യം 2-3 എരിവുള്ള പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സിയിൽ നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ചക്കയ്ക്ക് ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് അരപ്പൊക്കെ ഒന്ന് ഇട്ട് പാകത്തിന് ഉപ്പുമൊക്കെ ഒന്ന് ചേർക്കണം. അതിനുശേഷം നമ്മൾ വെള്ളം പറ്റുമെന്നൊക്കെ ഇടയ്ക്ക് ഒന്ന് സ്പൂണൊക്കെ ഇട്ട് നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അടി പിടിച്ച് കഴിഞ്ഞാൽ ഒരു കങ്ങച്ചൊവ വരും. സാധാരണ അതാകുമ്പം ഇളക്കി കഴിയുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റായി മാറും. അപ്പം നമ്മൾ ഒരു ഇത്തിരി നേരം ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ച ശേഷം അതൊന്ന് തുറന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ദേ ഞാൻ ചിലപ്പോൾ ചില ചക്കയൊക്കെ ഒരുപാട് അങ്ങോട്ട് കുഴയ്ക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ തിക്നെസ്സൊക്കെ ഉള്ളൊരു ചെറിയ ഒരു മധുരമൊക്കെ ഉള്ളൊരു ചക്കയാണ് കേട്ടോ ഈ ബഡ് പ്ലാവിൻ്റെ. അപ്പോൾ അത് ഞാൻ ഒരു അത്യാവശ്യം നന്നായിട്ട് ഞാൻ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുഞ്ഞാപ്പിന് ചെവിയിലൊക്കെ ചെറിയ നീരൊക്കെ ആയിട്ട് പാവം അവൻ്റെ ഒരു ഹെൽത്തിന് ചെറിയൊരു ഡാമേജാണ്. എന്ത് പറ്റിയിടാ? തൈല് നല്ല നീരുണ്ട്. ഈ ചെറിയ നീര് വന്നിട്ട് കുഞ്ഞായി പോയി. എന്നാ ചെയ്യാനാ? കുഞ്ഞോ അച്ചോ സ്നേഹം കൂടനാണ്. പിന്നെ കുഞ്ഞപ്പോ ഞങ്ങൾ പോയി കുളിച്ചിട്ട് വരാം കേട്ടാ. വേനയുണ്ടോടാ ചെവിയിൽ? ഒരു ചെറിയ വേനയൊക്കെ ഉണ്ട് കേട്ടോ. പോയിട്ട് വരാം കേട്ടോ. കാലൊക്കെ താത്തി വെച്ചോ. ഓക്കെ, പോയിട്ട് വരാം. എന്താ അപ്പം നമ്മൾ ഇന്ന് കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഇന്ന് മീൻ ക്ലീനിങ്ങും കറി വയ്ക്കുന്നതും അങ്ങനെ ഉള്ള വീഡിയോസൊക്കെ എടുത്തു. ഇനി ഞങ്ങൾ തോട്ടിൽ കുളിക്കാൻ പോവാണ്. അപ്പം അലക്കണ വീഡിയോസ് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ പോവാണ് കേട്ടോ. ഞങ്ങൾ പോണ വഴിയാണത്. അത്യാവശ്യം നല്ല വെയിലായിട്ട് ഇത് നമുക്കിവിടെ ഒരു കുത്തുകല്ലുണ്ട് കേട്ടോ. ഇങ്ങനെ പല ബ്ലോഗിലും ഞങ്ങളിങ്ങനെ കുത്തുകല്ല് നോക്കി ഇറങ്ങി വരണേ കുത്തുകല്ല് കാണിച്ചിട്ടുണ്ട്. വാഴത്തോട്ടമൊക്കെ ഇത്ര വലുതായിട്ടോ. നമ്മുടെ അല്ല എങ്കിലും ഞങ്ങൾ പോകുന്ന വഴിയിൽ നിറച്ചിങ്ങനെ വാഴയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു ഇതാണ്. അപ്പം ചെറിയ വെയിലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ മഴയുണ്ട് നേരത്തെ. അപ്പം ഞങ്ങൾ കുളിക്കാൻ പോണ ഒരു കൊച്ചു വഴിയാണ് ഈ കാണുന്നത്. ഇടവഴി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഇറങ്ങിയിട്ട് നോക്കിയെടുക്കണം കേട്ടോ. അവള് ഒന്നാമല കയറി പോവട്ടെ, അവിടെ നിന്ന് തലയും കുത്തി ചാടട്ടെ. അങ്ങനെ നമ്മൾ എപ്പോൾ വന്നാലും ഈ സ്റ്റെപ്പിൽ നിന്ന് അവളൊന്നും ഉരുണ്ട് വീഴും കേട്ടോ. നോക്കൂല അവള് ഒറ്റ ഓട്ട. എന്നും തന്നെ അവളൊരു വീഴ്ച വീഴും. ഓക്കെ, അവന് എന്നെ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നുണ്ടോ? അവന് ഇനിയിപ്പം ഓഫ് ചെയ്യാൻ പോവാം. അപ്പടി എന്തോ മണം വരുന്നുണ്ടല്ലോ അല്ലേ. ഞങ്ങൾ തോട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പം ഒരു ശകലം വെള്ളമൊക്കെ കുറവാണ് കേട്ടോ ഗൈസ്. തോട്ടിൽ കണ്ടോ ഇത്തിരി വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കണ്ടോ അങ്ങേ സൈഡ് ഒരു റബ്ബർ തോട്ടാണ്, ഇങ്ങേ സൈഡ് ഒരു റബ്ബർ തോട്ടാണ്. മഴ പെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു വെള്ളം വന്നേനെ. എന്നാലും ഞങ്ങൾക്ക് അത്യാവശ്യം അലക്കി കുളിക്കാനൊക്കെ ഉള്ള വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കല്ലിലാണ് ഞാൻ അലക്കാൻ പോണത്. ഇവിടെ തോട്ടിൽ നീരാട്ടമൊക്കെ തുടങ്ങി കേട്ടോ. ഒരാളവിടെ ഭയങ്കര കുളിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഏകദേശം നമുക്ക് ഈ വെള്ളമൊക്കെ വരുന്നത്. നീയാ ഇങ്ങനെ പറയരുത് കേട്ടോ. എവിടെയാ പറ്റിയതെന്ന് അവൻ്റെ കയ്യിൽ. അങ്ങോട്ട് താഴത്തേക്ക് നീന്തിക്കേ. കണ്ടോ നീവിങ്ങോട്ട് നീന്തി പോണോട്ടെ. നീയാ മോള് നീന്തിക്കേ. ഓക്കേ, നീന്തിക്കോ. 1 2 3. കുഞ്ഞ് മുങ്ങിപ്പാറ്റ വെള്ളപ്പാറ്റ നീന്തുന്നു കേട്ടോ. നീന്തിക്കോ. നീന്ത് അങ്ങ് വരെ പോണം. നീ വിട് അവള് നീന്തട്ടെ. വെരി ഗുഡ്. നീന്തിപ്പോ. വെരി ഗുഡ്. 2 3. പോട്ടെ നീന്തട്ടെ. ഒരാൾ പുറകിലുണ്ട്. ഒരു വരാലും ഒരു ചെറിയ വരാലും കൂടി ആട്ടോ പോണത്.
അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ തുണിയെല്ലാം കൂടെ വാഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഇടിമുഴക്കങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ ഒന്ന് അലക്കി പോകാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം തുണിയൊക്കെ അലക്കാൻ തുടങ്ങുവാണ്. ഒരുപാട് തുണി ഞങ്ങൾ എടുത്തുകൊണ്ട് വരാറില്ല കേട്ടോ. ചെറിയ ചെറിയ തുണികളും ഇന്നർവേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഞങ്ങൾ തോട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പം തോട്ടിൽ അലക്കൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മുങ്ങി കുളിച്ചിട്ട് വേണം ഇനി ഉച്ചത്തെ ചക്കപ്പുഴുക്കും മീൻകറിയൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ വന്ന് നമ്മുടെ കാലിലൊക്കെ ഇങ്ങനെ കടിക്കും, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അലക്കുകളൊക്കെ നടക്കട്ടെ. ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പതുക്കെ ഇനി വീട്ടിലേക്ക് പോവുക കേട്ടോ. അങ്ങോട്ട് തിരിഞ്ഞെടുത്തോ, അവൾ നടക്കണം കേട്ടോ. പൊക്കോ, നീ നമ്മൾ പോയിക്കോ. ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞ് പതുക്കെ പോകും. കുളിയൊക്കെ കഴിഞ്ഞ് ഓട്ടം തുടങ്ങി. മതി. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് പതുക്കെ വീട്ടിലേക്ക് നടന്നു. അപ്പോൾ തന്നെ അന്തരീക്ഷം ഏകദേശം കണ്ട ഒരു മഴയുടെ ഒരു അവസ്ഥയായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇന്ന് കുളിച്ച് കയറി. ഒത്തിരി നേരം തോട്ടിൽ കളിക്കാനൊന്നും നിന്നില്ല. ഈ പുല്ലക്കണ എന്ത് രസമല്ല, ഇതൊരു സൈസ് എന്താ പറയുക, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ ഒരു ആണോ? അപ്പോൾ ഗൈസ് മീൻചാറ്. അപ്പോൾ ഞങ്ങളുടെ ചക്കപ്പുഴുക്കൊക്കെ കഴിക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ദേ ഇതാണ് ചക്കയിലേക്ക് ചക്കപ്പുഴുക്കും മീൻ കറിയും. നല്ല ഭംഗിയായിട്ട് എടുക്കുന്നോനെ, ഇവിടെ നിന്ന് എടുക്കുക കണ്ടോ, ഇങ്ങനെ. അപ്പോൾ ദേ ചക്കപ്പുഴുക്കാണ് കേട്ടോ. നല്ല നല്ല നാടൻ ചാളക്കറിയാണേ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇനി മീനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇച്ചിരി മീൻ ചാറായാലും മതി. ഓക്കെ, പിടിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഓക്കെ.